ഹലോ, നാഷണൽ ഹൈവേ 66 വളരെ സ്ട്രൈറ്റായി കടന്നു പോയിരുന്നെങ്കിൽ, എന്തുകൊണ്ട് കടന്നു പോകുന്നില്ല, കടന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ കേരളം എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ശ്രദ്ധാകേന്ദ്രമായി മാറുമായിരുന്നില്ലേ എന്നൊക്കെ തുടങ്ങി ഉള്ള ചില കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് നമ്മളൊരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ നാഷണൽ ഹൈവേ 66 വളരെ സ്ട്രെയിറ്റായി കടന്നു പോയാലുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം സംസാരിക്കാം. കാരണം ആദ്യമായിട്ടെന്ന് പറയുന്നത്, നമ്മൾ സൗദി അറേബ്യയിലുള്ള ഒരു റോഡുമായി കമ്പയർ ചെയ്തിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സൗദി അറേബ്യയിലെ ഒരു ഹൈവേ ഹൈവേ 85 എങ്ങാനുമാണ്. അപ്പോൾ അത് ഏകദേശം 1100 കിലോമീറ്റർ എങ്ങാനും ദൂരത്തിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കടന്നു പോകുന്നു. പക്ഷേ അതിൽ ഒരുപാട് ബെൻഡുകൾ ഉണ്ടായിരുന്നു. വളരെ സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ ബെൻഡുകൾ വളരെ പെട്ടെന്ന് കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഒരുപാട് ബെൻഡുകൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ ആ വീഡിയോയിൽ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഒരു ബെൻഡുകളും ഇല്ലാതെ ലോകത്തിലെ ഏറ്റവും ദൂരം കടന്നു പോകുന്ന ഹൈവേ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആസ്ട്രേലിയയിലുള്ള ഒരു ഹൈവേ ആണ്. അതായത് സൗത്ത് ആസ്ട്രേലിയയിൽ നിന്ന് നോർസ്മാനിലേക്ക് പോകുന്ന 1675 കിലോമീറ്ററോളം ദൂരം വരുന്ന ഒരു ഹൈവേയുടെ ഒരു ചെറിയൊരു ഭാഗം എയ്രി ഹൈവേ എന്ന് പറയുക. അതിൽ 146 കിലോമീറ്റർ ബെല്ലഡോണിയ മുതൽ കൈഗുണ വരെയുള്ള ഭാഗത്ത് ഏകദേശം 146 കിലോമീറ്റർ വളരെ സ്ട്രൈറ്റായി കടന്നു പോകുന്ന ഒരു ഭാഗമുണ്ട്, ഒരു ഹൈവേ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച്, അതായത് ബെല്ലഡോണിയയിൽ നിന്ന് കൈഗുണ വരെ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് അത്രയും വിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തുനിന്ന് മറുഭാഗം വരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹൈവേ. അപ്പോൾ ഇതാണ് ലോകത്തിലെ ഏറ്റവും സ്ട്രെയിറ്റായി കടന്നു പോകുന്ന ഹൈവേ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റൊരു ഹൈവേ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഈ ഒരു ഹൈവേ, ഇത്തരം ഒരു രീതിയിലുള്ള ഒരു ഹൈവേ കേരളത്തിൽ കടന്നു പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കുമ്പോൾ, ശരിക്കും കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി വെച്ച് നോക്കുമ്പോൾ, കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 560 കിലോമീറ്റർ ആണ് നമ്മുടെ ലെങ്ത് വരുന്നത്. അതിൽ 500 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ഹൈവേ നിർമ്മിക്കാനുള്ള എല്ലാ സാധ്യതയും കേരളത്തിനുണ്ട്. അപ്പോൾ 560 കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന ഈ ഒരു ഭൂപ്രകൃതിയിൽ നമുക്ക് 500 കിലോമീറ്ററോളം ദൂരത്തിൽ വരുന്ന ഒരു ഹൈവേ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കേരള സർക്കാർ ഒരുമ്പെട്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ കേരള ജനത ഒരുമ്പെട്ടാൽ നമുക്ക് അത്തരത്തിലുള്ളൊരു ഹൈവേ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം അതിന് മാത്രം സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മളെ ഒരു ഭൂപ്രകൃതി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹൈവേ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഹൈവേ ആയിട്ട് മാറും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഇന്ന് 146 കിലോമീറ്റർ ദൂരത്തിൽ മാത്രം വരുന്ന ഈ ആസ്ട്രേലിയയിലെ ഈ ഹൈവേ ആണ് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ കേരളത്തിൽ തന്നെ, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ കേരളം ഒരു വലിയ മാറ്റമായിട്ട് നിലകൊള്ളൂ എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. പിന്നെന്ന് പറയുന്നത്, രണ്ടാമത്തത് ഏറ്റവും ദൂരം ഉള്ള ഏരിയ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് താണ്ടാൻ പറ്റും എന്നുള്ളത് വലിയൊരു പോസിറ്റീവാണ്. കാരണം ഏകദേശം ഇന്നിപ്പോൾ ഒരു തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് ഏകദേശം 14-15 കിലോമീറ്റർ 14-15 മണിക്കൂർ എങ്ങാനും ടൈം എടുക്കുന്നുണ്ട്. അത് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോഴുള്ള ടൈമാണ്. നമുക്ക് 16-17 മണിക്കൂർ എങ്ങാനും എടുക്കും നോർമലി പോവുകയാണെന്നുണ്ടെങ്കിൽ. കാരണം പിന്നെ ഒരുപാട് ബ്ലോക്കുകൾ വരുമ്പോൾ അത് വേറെ ടൈമുകൾ എടുക്കുമായിരിക്കും. പക്ഷേ നേരെ മറിച്ച് ഈ ഒരു സ്ട്രൈറ്റ് ഹൈവേ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 വരി പാതയും 10 വരി പാതയും അതുപോലെ തന്നെ സർവീസ് റോഡും ആണെന്നുണ്ടെങ്കിൽ 5ാമത്തെ ലൈനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 200 കിലോമീറ്റർ സ്പീഡ് എങ്ങാനും, നമുക്ക് 200-250 കിലോമീറ്റർ സ്പീഡിൽ 5ാമത്തെ ലൈനിൽ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒരു ഹൈവേയിലൂടെ നമുക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വളരെ സ്ട്രെയിറ്റായി കടന്നു പോകുന്ന ഒരു ഹൈവേ വരികയാണെങ്കിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ, പിന്നെ മാത്രമല്ല ഇതിലൊരുപാട് എൻട്രി എക്സിറ്റുകൾ വരും. ഏകദേശം ഒരു 5-8 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഒരു എൻട്രി എക്സിറ്റ് വരാവുന്നതാണ്. പക്ഷേ ഈ എൻട്രി എക്സിറ്റ് ഒന്നും ഒരു തലത്തിലും നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് ബാധ്യതയില്ല. കാരണം അത് 1ാമത്തെ ലൈനിലും ഇത് വളരെ സ്പീഡിൽ പോകുന്ന ഹൈവേ വാഹനങ്ങളെന്ന് പറയുന്നത് 5ാമത്തെ റോഡിലുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മറ്റുള്ള വാഹനങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. കാരണം അങ്ങനെ ഒരു സ്പീഡിൽ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുന്ന ഒരു വാഹനത്തിന് ഏകദേശം ഒരു 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ പറ്റും. അപ്പോൾ ടൈം എന്ന് പറയുന്നത് വലിയ നേട്ടം തന്നെ ആയിരിക്കും ഇങ്ങനൊരു ഹൈവേ വരികയാണെന്നുണ്ടെങ്കിൽ. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ആക്സിഡൻ്റാണ്. കാരണം ഒരുപാട് ലോങ്ങിലേക്ക് നമുക്ക് വിഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആക്സിഡൻറ്റ് വളരെ കുറയും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ നമുക്ക് തോന്നുന്നത് ടോൾ ബൂത്തുകളാണ്. ടോൾ ബൂത്തുകൾ തീർച്ചയായും നമുക്ക് ഇത്തരം ഒരു ഹൈവേ വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത്തരം ഹൈവേ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് മാത്രമല്ലല്ലോ നമ്മൾ യാത്ര ചെയ്യുക. കാരണം മലപ്പുറത്ത് നിന്ന് കാലിക്കറ്റിലേക്കും, കാലിക്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്കും, കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്കും, പിന്നെ
മലപ്പുറത്തുനിന്ന് കാസർഗോഡ് തൃശ്ശൂരിലേക്കും അങ്ങനെ ഓരോ സംസ്ഥാനത്ത് ഓരോ ജില്ലയിലേക്കും മാറിപ്പോകുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്നൊരു ഹൈവേ എന്നുള്ള രീതിയിൽ മറ്റുള്ള എല്ലാ ഹൈവേകളും വലിയ രീതിയിലുള്ള ബ്ലോക്കുകൾ തന്നെയാണ് എല്ലാ സമയത്തുള്ള മറ്റുള്ള എല്ലാ റോഡുകളും. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്നൊരു ഏക മാർഗ്ഗം എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കും. അതിൽ യാതൊരുവിധ സംശയവുമില്ല നമുക്ക്. പക്ഷേ അങ്ങനെ ഒരു ഹൈവേ വരികയാണെങ്കിൽ നമുക്കുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നതാണ് ഈ ടൈമിൻ്റെ കാര്യം. പിന്നെയെന്ന് പറയുന്നത് ഈ ഹൈവേയുടെ ഏറ്റവും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു 100-200 വർഷത്തേക്ക് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ഹൈവേ ആണ്. കാരണം ഈ നിലവിലിപ്പോൾ നമുക്ക് ഈ NH66 എന്ന് പറയുന്നത് ഏകദേശം ഒരു 30-40 വർഷം കഴിയുമ്പോഴേക്കും ഇത് വളരെ ബ്ലോക്കായി തുടങ്ങും. ഈ ഹൈവേ നമുക്ക് മതിയാകാതെ വരും, ഒരു സംശയവുമില്ല. അത് പിന്നീട് നമുക്ക് 10 വരെ പാതയോ അല്ലെങ്കിൽ 12 വരെ പാതയാക്കി ഉയർത്തേണ്ടി വരും. കാരണം നമ്മുടെ ജനപ്പെരുപ്പവും രീതിയോ ഒക്കെ അനുസരിച്ച് നോക്കുമ്പോൾ വാഹനപ്പെരുപ്പവും ഒക്കെ നോക്കുമ്പോൾ എന്തായാലും ഒരു 30-40 വർഷം കഴിയുമ്പോൾ ഈ ഹൈവേ നമുക്ക് മാറ്റി എടുത്തേണ്ടി വരും. അപ്പോൾ നിലവിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ലെവലിൽ ഒരു 10 വരി പാതയും അതും വളരെ സ്ട്രെയിറ്റായി കടന്നു വരുന്ന ഹൈവേ പാതയും നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു 100-200 വർഷത്തേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള സെറ്റപ്പ് ആയിരിക്കും അത്. പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആക്സിഡൻറ്റ് കാര്യം നമ്മൾ പറഞ്ഞു. ഒരുപാട് ആക്സിഡൻറ്റുകൾ ഈ ഒരു സംഭവം ഇത്ര രീതിയിൽ വരികയാണെന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ ഒരു സംഭവം ഹൈവേ വരാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ജനസാന്ദ്രത വലിയൊരു വിഷയം തന്നെയാണ്. കാരണം ഒരുപാട് ആളുകൾ തിങ്ങി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൗദി അറേബ്യയിലെ കാര്യം പറയുകയാണെങ്കിലും ഓസ്ട്രേലിയയിലെ കാര്യം പറയുകയാണെങ്കിലും അവിടെ ജനസംഖ്യ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ്റിന് അത്ര ഒരു ഹൈവേ നിർമ്മിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഹൈവേ നിർമ്മിക്കുമ്പോൾ നഷ്ടപരിഹാരം കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക്. കാരണം നിലവിലത്തെ ഹൈവേ NH66 നമുക്ക് വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏകദേശം 66,000 കോടി എങ്ങനെയാണ്. അതിൽ തന്നെ 24,000 കോടി ഈ സ്ഥലം ഏറ്റെടുക്കലിന് മാത്രമാണ്. ഏകദേശം കണക്കുകളാണ് നമ്മൾ പറയുന്നത്, തുടക്കത്തിലുള്ള കുറച്ച് ഡാറ്റകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയൊരു ഹൈവേ വരുമ്പോൾ ഏകദേശം 90% പുതിയ രീതിയിലുള്ള പുതിയ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെയാണ് വരുന്നത്. അപ്പം നിലവിലിപ്പോൾ ഏകദേശം 50-60% നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേയുടെ ഭാഗം തന്നെയാണ് സർക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 40% എങ്ങാനാണ് പുറത്തുനിന്ന് ലാൻഡ് സർക്കാർ ഏറ്റെടുക്കുന്നത്. നേരെ മറിച്ച് ഈ രീതിയിലുള്ള ഒരു ഹൈവേ വരുമ്പോൾ എന്തായാലും ഒരു 90% നമുക്ക് പുറത്തു നിന്നുള്ള സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു വലിയ നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ കാണുന്ന നമ്മൾ ഇട്ട വീഡിയോയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കാണുന്നത് മെയിൻ നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുവാണെങ്കിലേ നമ്മളിങ്ങനെ ഒരു ഹൈവേയെ പറ്റി ചിന്തിക്കുന്നേ ഉള്ളൂ. അതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഏകദേശം ഒരു സെൻറ്റിന് 4 ലക്ഷം രൂപ വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു 10 ലക്ഷം രൂപയെങ്കിലും സർക്കാരിന് കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ ഒരു 10 ലക്ഷത്തിൻ്റെ വീടിന് സർക്കാരിന് ഒരു 20-25 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റണം. അതുപോലെ മറ്റ് കൃഷിക്കുള്ള നഷ്ടപരിഹാരം അതൊക്കെ വലിയ രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുക്കണം. ആ സ്ഥലം വിട്ടുതരുന്ന ആളുകൾക്ക് എൻ്റെ സ്ഥലത്തൂടെ ഹൈവേ കടന്നു പോയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുക്കണം. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ഹൈവേ പറ്റി ചിന്തിക്കുന്നതിനെ കുറിച്ച് കാര്യമുള്ളൂ. അല്ലാതെ ഒരുപാട് ആളുകളെ വലിയ കുയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ സൂഹിക്കുന്ന ഒരു ഹൈവേയെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ കൺസെപ്റ്റ് പ്രകാരമുള്ള ഒരു ഹൈവേ എന്ന് പറയുന്നത് ഒരു 100-200 വർഷത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഹൈവേ ആണ്. മാത്രമല്ല അത് നമുക്ക് അത്രയും എഫക്റ്റീവ് ആവണം. പിന്നെ ലോകത്തിന് മുമ്പിൽ തന്നെ നമ്മളൊരു വഴികാട്ടിയാവുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഒരു ഹൈവേ ഒരു ചിന്ത എന്ന് പറയുന്നത്. അല്ലാതെ ഒരുപാട് ആളുകളെ നഷ്ടപരിഹാരം കൊടുക്കാതെ വലിയൊരു ഗർത്തത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് കുറച്ച് ആളുകൾക്ക് സുഖിക്കുന്ന രീതിയിലുള്ളൊരു ഹൈവേ പാതയല്ല നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു എക്സ്പെൻസ് നമ്മുടെ കേരളത്തിന് വഹിക്കാൻ പറ്റുന്ന കാലത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് വഹിക്കാൻ പറ്റുന്ന കാര്യത്തിലുള്ള ഒരു കാലത്താണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഹൈവേ നിർമ്മിക്കുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. പക്ഷേ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അത്രയും ലെങ്ത്തിലെ ഒരു ഹൈവേ എന്ന് പറയുമ്പോൾ അതിന് മാത്രം വലിയ എക്സ്പെൻസ് വരും. കാരണം ഇത്രയും ചെറിയുള്ള ഒരു ഹൈവേയെ പറ്റി ചിന്തിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തിന് ഇങ്ങനത്തെ ഒരു ഭൂപ്രകൃതി ഉള്ളത് കൊണ്ട് കൂടിയാണ് നമ്മൾ കേരളത്തിൽ എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം. അപ്പം അങ്ങനെ ഒരു ഹൈവേ വരികയാണെങ്കിൽ 66,000 കോടിയാണ് നമുക്കിപ്പോൾ നിലവിലെ എക്സ്പെൻസ് എന്ന് പറയുന്നതല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 2-2.5 ലക്ഷം കോടി എങ്ങാനും രൂപ എക്സ്പെൻസ് വരും. അപ്പോൾ കേരളത്തിന് അതിന് മാത്രം വലിയൊരു ക്യാഷ് വേണം. പക്ഷേ അതൊക്കെ എനിക്ക് തോന്നുന്നു ടോളിലൂടെ ഒരുപാട് സംഖ്യ നേടിയെടുക്കാൻ പറ്റും. കാരണം അത്രയും സ്ട്രെയിറ്റായി പോകുമ്പോൾ ഒരുപാട് ആളുകൾ ഈ ഹൈവേ യൂസ് ചെയ്യാനും കാര്യങ്ങളുമുണ്ട്, സാധ്യതകളുണ്ട്. അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ അതിന് മാത്രം ഏണിങ്സ്
നമുക്ക് സർക്കാരിന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പം നഷ്ടപരിഹാരമാണ് ഇതിൻ്റെ വലിയൊരു ബുദ്ധിമുട്ടായി കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എൻട്രി എക്സിറ്റ് എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്. കാരണം എല്ലാ സ്ഥലത്തും എൻട്രി എക്സിറ്റ് ഉണ്ടായിക്കോട്ടെ, ഒരു ഏകദേശം ഒരു 6-7 കിലോമീറ്റർ വിട്ടിട്ടുകൊണ്ട് തന്നെ എൻട്രി എക്സിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിന് ഒരു വിഷയങ്ങളൊന്നുമില്ല. കാരണം എൻട്രി എക്സിറ്റ് നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് ബാധിക്കുകയില്ല. അതിന് മാത്രമുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. കേരളത്തിന് ഏകദേശം ഒരു 100 വർഷത്തേക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വലിയൊരു പ്ലാനാണ്, ഒരു പദ്ധതിയാണ്. അത് ചിലപ്പം പല ആളുകൾക്കും അത് മണ്ടത്തരമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം നിലവിലുള്ള ഒരു NH-66 ഭൂമി ഏറ്റെടുക്കൽ തന്നെ വലിയ റിസ്ക് ആയിട്ടുള്ള സാഹചര്യത്തിൽ ഇത്തരം ഒരു പദ്ധതി നടക്കാനുള്ള സാധ്യത ഒന്നുമില്ല. പക്ഷേ എന്നാലും നമ്മളിട്ടൊരു ചെറിയ വീഡിയോയിൽ തന്നെ വലിയ രീതിയിലുള്ള കമൻറ്റുകളും ഒരുപാട് ആളുകൾ അതിനെ പിന്നെ കാണുകയും അതിൽ അഭിപ്രായം പറയുകയും ചെയ്തുകൊണ്ട് കുറച്ചുകൂടി വിശദമായിട്ട് പിന്നെ സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ചത്. എന്തായാലും കേരളത്തിന് അങ്ങനെ ഒരു ചെറിയ സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ ഇത് മാത്രമുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വഹിക്കേണ്ടതുണ്ട്. അല്ലാതെ ഒരുപാട് ആളുകളെ നഷ്ടത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടല്ല നമ്മളിങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നെ ലോകത്ത് ഇപ്പോൾ ഒരു പിരമിഡ് ഉണ്ട്, ഒരുപാട് ഇപ്പോൾ ഈജിപ്തിലെ പിരമിഡും നമ്മുടെ താജ്മഹലും അതുപോലെ തന്നെ ഒരുപാട് ലോകാത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് എത്രത്തോളം പ്രയോജനമാണെന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇത് നമുക്ക് ഒരുപാട് ആളുകൾക്ക് പ്രയോജനമായിട്ടുള്ളൊരു പദ്ധതിയായിരിക്കും. കാരണം പിരമിഡിനെ പോലെ അല്ല, അല്ലെങ്കിൽ താജ്മഹലിനെ പോലെ അല്ല, മറ്റുള്ള സംഭവങ്ങളല്ല. അതൊക്കെ ടൂറിസ്റ്റ് മേഖല എന്നുള്ള രീതിയിൽ വലിയ സംഭവങ്ങളാണെങ്കിൽ പോലും ജനങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആകുന്നു എന്നുള്ളത് വലിയ സംഭവമാണ്. ഇത് ഹൈവേ ആകുമ്പോൾ അത് ജനങ്ങൾക്ക് അതിന് മാത്രം എഫക്റ്റീവായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത്തരം ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട്. ഇപ്പോൾ കേരളയെ സംബന്ധിച്ചിടത്തോളം കേരളയിലും നമുക്ക് വരേണ്ടത് തന്നെയാണ്. കേരളയിൽ തന്നെ ആളുകൾ എതിർക്കാനുള്ള കാരണം നഷ്ടപരിഹാര തുക തന്നെ ആയിരിക്കും വലിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ എന്തായാലും ചിന്തിക്കും. നമുക്ക് ഇന്ന് ചിലപ്പോൾ നമുക്ക് പൊട്ടത്തരമായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ 20 വർഷമോ അല്ലെങ്കിൽ 30 വർഷമോ കഴിഞ്ഞാൽ കേരളത്തിലെ നല്ലൊരു ശതമാനം ആളുകളും ഇത്തരം ഒരു ഹൈവേ വരണമെന്ന് ചിന്തിക്കാനുള്ള എല്ലാവിധ സാഹചര്യവും ഉണ്ട്. കാരണം അതിന് മാത്രം ബ്ലോക്കുകൾ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിലെ NH-66 വർക്ക് കഴിഞ്ഞാൽ പോലും ഒരു 30-40 വർഷം കഴിഞ്ഞാൽ അത് വലിയ ഒരു പ്രശ്നമായിട്ട് മാറാനും വലിയ ബ്ലോക്കായിട്ട് തുടരാനും ഒക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ കുറച്ചുകൂടി 100 വർഷം 200 വർഷത്തേക്കുള്ള വലിയ ലോങ് ആയിട്ടുള്ള ഹൈവേ പദ്ധതിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തായാലും നമ്മൾ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ നമ്മുടെ ചാനലിൽ അവതരിപ്പിക്കണമെന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. NH-66 കൂടുതൽ കാഴ്ചകളും മറ്റു വ്യത്യസ്തമായിട്ടുള്ള വർക്കുകളൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താറുണ്ട്. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.